ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഡൽഹിയിൽ കൃഷിമന്ത്രി ശിവരാജ് ചൌഹാനുമായി കൃഷിഭവനിൽ കൂടിക്കാഴ്ച നടത്തി. തിരുവനന്തപുരം മേയർ വി രാജേഷും ഒപ്പമുണ്ടായിരുന്നു. വികസിത തിരുവനന്തപുരവും വികസിത കേരളവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാടുകളും അവ യാഥാർത്ഥ്യമാക്കാൻ സ്വീകരിക്കേണ്ട നടപടികളും ചർച്ച ചെയ്തെന്ന് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ നേമം ടെർമിനൽ പദ്ധതിയുടെ സമഗ്ര വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. പദ്ധതിയുടെ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകി. റെയിൽവേ പാസഞ്ചർ അമ്യൂണിറ്റീസ് കമ്മിറ്റി മുൻ ചെയർമാൻ പി.കെ. കൃഷ്ണദാസും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. നേമം ടെർമിനലിന്റെ തുടർ നടപടികൾക്കും നിർമ്മാണത്തിനുമുള്ള ഭരണപരമായ അനുമതികൾ വേഗത്തിലാക്കാൻ മന്ത്രാലയം പ്രത്യേക പരിഗണന നൽകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി ഉറപ്പു നൽകി. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ കടുത്ത ട്രെയിൻ തിരക്ക് കുറയ്ക്കാൻ നേമം ടെർമിനൽ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാണിച്ചു. പുതിയ ട്രെയിൻ സ്റ്റോപ്പുകൾ. യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമായ പുതിയ ട്രെയിൻ സ്റ്റോപ്പുകൾ വിവിധ സ്റ്റേഷനുകളിൽ അനുവദിക്കണമെന്ന നിവേദനവും മന്ത്രിക്ക് കൈമാറി. കേരളത്തിലെ റെയിൽവേ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ആധുനികവൽക്കരിക്കുക, വിവിധ സ്റ്റേഷനുകളിൽ പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കുക, യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുക, സംസ്ഥാനത്തെ റെയിൽ ഗതാഗത സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുക തുടങ്ങിയ വിഷയങ്ങളും ചർച്ചയായി. കേരളത്തിലെ ജനങ്ങൾക്ക് ലോകോത്തര നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും അത്യാധുനിക യാത്രാ സൗകര്യങ്ങളും ഉറപ്പാക്കുകയെന്നതാണ് ബി.ജെ.പി. മുന്നോട്ടുവയ്ക്കുന്ന വികസന കാഴ്ചപ്പാടെന്ന് രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. കേരളത്തിലെ കർഷകർ നേരിടുന്ന പ്രതിസന്ധികളും കാർഷിക മേഖലയിലെ വെല്ലുവിളികളും ചർച്ചയായി. കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാനത്ത് ഭരണത്തിലിരുന്ന CPM സർക്കാർ കർഷക പ്രശ്നങ്ങളോട് അവഗണനാപരമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നും പ്രതിപക്ഷമായിരുന്ന കോൺഗ്രസ് അതിന് മൗന അനുവാദം നൽകിയെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. കർഷകർക്ക് നീതിയും ആവശ്യമായ പിന്തുണയും ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാരിന്റെ കൂടുതൽ ഇടപെടലും സഹായവും അഭ്യർത്ഥിച്ചതായും അദ്ദേഹം അറിയിച്ചു. കാർഷിക മേഖലയിലെ നവീകരണം, തൊഴിലവസര സൃഷ്ടി, ജനങ്ങളുടെ ജീവിത നിലവാരമുയർത്തുന്ന പദ്ധതികൾ എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും കേന്ദ്രമന്ത്രിമാരുമായി അദ്ദേഹം പങ്കുവച്ചു. കേരളത്തിന്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും ആവശ്യമായ പദ്ധതികൾ വേഗത്തിൽ യാഥാർത്ഥ്യമാക്കുകയും സംസ്ഥാനത്തിന്റെ ഭാവി ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ബി.ജെ.പി. മുന്നോട്ടുവയ്ക്കുന്ന പ്രവർത്തന മികവിന്റെ രാഷ്ട്രീയമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കർഷക പ്രതിസന്ധിയിൽ കേന്ദ്ര ഇടപെടൽ ഉറപ്പ്. കൃഷിമന്ത്രി ഡൽഹിയിലെ കൃഷിഭവനിൽ വെച്ചാണ് കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയത്. പ്രധാന ചർച്ചാ വിവരങ്ങൾ: വിപണി ഇടപെടൽ. കേരളത്തിലെ നാളികേരം, റബ്ബർ, കുരുമുളക് തുടങ്ങിയ നാണ്യവിള കർഷകർ നേരിടുന്ന വിലത്തകർച്ച പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള വിപണി ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. വിളനാശത്തിനുള്ള ധനസഹായം. കാലാവസ്ഥാ വ്യതിയാനം മൂലം കർഷകർക്കുണ്ടാകുന്ന വൻതോതിലുള്ള വിളനാശത്തിന് കൃത്യമായ കേന്ദ്ര ധനസഹായവും ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രിയോട് അഭ്യർത്ഥിച്ചു. വികസിത തിരുവനന്തപുരം പദ്ധതി. കർഷകർക്ക് ആധുനിക കാർഷിക സാങ്കേതിക വിദ്യകളും സബ്സിഡികളും ലഭ്യമാക്കുന്നതിനായി പ്രത്യേക കേന്ദ്ര സഹായ പദ്ധതികൾ രൂപീകരിക്കുന്നതിനെക്കുറിച്ചുള്ള വികസന രേഖയും ചർച്ചയിൽ സമർപ്പിച്ചു. വികസിത തിരുവനന്തപുരവും വികസിത കേരളവും എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യ വികസനം, വികസിത തിരുവനന്തപുരവും വികസിത കേരളവും എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിനായുള്ള ശ്രമങ്ങൾ കൂടുതൽ ശക്തമായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.